ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്ന് നമുക്ക് ശങ്കരമ്മാവന്റെ കുട്ടികളുടെ ശങ്കരമ്മാവൻ എന്ന പാഠത്തിന്റെ ആക്ടിവിറ്റീസ് ആണ് അല്ലേ. അപ്പൊ അതില് ഫസ്റ്റ് വൺ പദങ്ങളുടെ അർത്ഥാണ്. അർത്ഥം നടുങ്ങി, ഞെട്ടി അല്ലെ. നടുങ്ങുക, ഞെട്ടുക. കൂറ്റൻ, വലിയ. മുടിക്കുക, തീർക്കുക. ഭയങ്കരൻ, പേടി ജനിപ്പിക്കുന്നവൻ. വിദ്യ, അറിവ്. കാതോർക്കുക, ശ്രദ്ധിക്കുക. സഹപാഠി, കൂടെ പഠിക്കുന്നവൻ. നിശിതമായി, കഠിനമായി. പരാക്രമി, ശക്തൻ. മ്യൂസിയം അറിയില്ലേ, മ്യൂസിയം കാഴ്ച ബംഗ്ലാവ്. പ്രതിഭാശാലി, പ്രതിഭയുള്ളവൻ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക നിങ്ങള് ആ കഴിഞ്ഞ പാഠത്തിന് ക്വസ്റ്റ്യൻസ് തന്നതിന് ശേഷം ഇത് എഴുതിയാൽ മതി കേട്ടോ നോട്ടിലേക്ക്. ഓക്കെ, അത് കഴിഞ്ഞ് പാഠത്തിന്റെ പേര് എഴുതിയിട്ട് അർത്ഥം എഴുതണം. അത് ഞാൻ ഇന്ന് തന്നെ പറ്റുന്നത്ര തരാൻ നോക്കും. അപ്പൊ വാക്യത്തെ പ്രയോഗിക്കാമാണ് അടുത്തത്. മാതൃക തന്നിട്ടുണ്ട്. കാറ്റും കോളും. വിചാരിച്ചിരിക്കാത്ത സമയത്ത് കാറ്റും കോളും ഉണ്ടായതിനാൽ കടലിൽ പല അത്യാഹിതങ്ങളും സംഭവിച്ചു അല്ലെ. കാറ്റും കോളും എന്നത് വാക്യത്തെ പ്രയോഗിച്ചാണ്. എന്താണ്? വിചാരിച്ചിരിക്കാത്ത സമയത്ത് കാറ്റും കോളും ഉണ്ടായതിനാൽ കടലിൽ പല അത്യാഹിതങ്ങളും സംഭവിച്ചു അല്ലെ. സംഭവിക്കാറില്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ് അടുത്തത്? എന്താണ് അടുത്ത വാക്യത്തെ പ്രയോഗിക്കുന്നത് ഇതില്? കാതോർക്കുക. കാതോർക്കുക. എന്താണ്? എന്താ കാതോർക്കുക വാക്യത്തെ പ്രയോഗിക്കണ്ടേ? ഇതങ്ങ് പറയാറോ കുട്ടികളെ? ഒന്നുമില്ലേ? എനക്കൊന്ന് കിട്ടീനി. എന്നാ പറ. പാടത്തിലായാലും പ്രശ്നമൊന്നുണ്ടോ? പാടത്തിലായാലും പ്രശ്നമൊന്നുമില്ല. എന്താണ്? ശങ്കരൻ കുരുക്കുണ്ടാക്കി കരത്തിനായി അവൻ കാതോർത്ത് കിടന്നു. ഓക്കെ അല്ലേ, ഇതിൽ തന്നെ ഉള്ളത് അതാണ് ഉള്ളത്. എന്ത് ചെയ്തു? മുതലയുടെ കരച്ചിലിനായി ശങ്കരൻ കാതോർത്ത് കിടന്നു അല്ലെ. കുരുക്കുണ്ടാക്കി വെച്ചതുകൊണ്ട് മുതലിന്റെ കരച്ചിൽ, മുതല അതിൽ കുടുങ്ങി വീഴുമെന്ന് ആലോചിച്ചിട്ട് അതിന്റെ കരച്ചിലിനായി കാതോർത്ത് കിടന്നു. നെക്സ്റ്റ് എന്താണ്? പരാക്രമം. പരാക്രമം. എന്താണ് പരാക്രമം? വീരശൂര പരാക്രമിയായ മുതലച്ചാർ കുരുക്കിൽ വീണ് കിടക്കുന്നു. ഓക്കെ, പരാക്രമം. വീരശൂര പരാക്രമിയായ മുതല. വേറെ എന്തെങ്കിലും വേണം നമുക്ക് പരാക്രമത്തിന് ആക്കിയിട്ട് പ്രയോഗിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ക്വസ്റ്റ്യൻ ആൻസർ അല്ലെ. ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ്. കുരുക്കുണ്ടാക്കി മുതലയെ പിടിക്കാൻ ശങ്കരനെ പ്രേരിപ്പിച്ച സംഗതി എന്തായിരുന്നു? എന്തായിരുന്നു? ഒരിക്കൽ ഒരാൾ കയർ കൊണ്ട് കുരുക്കിട്ട് ശല്യക്കാരനായ ഒരു പട്ടിയെ പിടികൂടുന്നത് കണ്ടിട്ടുണ്ട്. ഇതാണ് അല്ലേ. ഓക്കെ, ഒരിക്കൽ ഒരാൾ കയറുകൊണ്ട് കുരുക്കിട്ട് ശല്യക്കാരനായ ഒരു പട്ടിയെ പിടികൂടുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് ശങ്കരനെ കുരുക്കുണ്ടാക്കി മുതലയെ പിടിപ്പിക്കാൻ പ്രേരിപ്പിച്ച സംഗതി. നെക്സ്റ്റ് രണ്ടാമത്തത്, ശങ്കരൻ മുതലയെ അടിച്ചോടിക്കാതിരുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ആ സമയത്ത് അവൻ വായും പിളർന്ന് മുമ്പോട്ടെങ്ങാനും വന്നാൽ തന്റെ കഥയും കഴിഞ്ഞേക്കാം എന്ന് ശങ്കരന്. അത് തന്നെയാണ്. ആ സമയത്ത് അവൻ വായും പിളർന്ന് മുമ്പോട്ടെങ്ങാനും വന്നാൽ എന്ത് സംഭവിക്കും? ശങ്കരന്റെ കഥയും കഴിഞ്ഞേക്കും. ഇത് ഓർത്തപ്പോഴാണ് എന്ത് ചെയ്തിന് ശങ്കരൻ മുതലയെ അടിച്ചോടിക്കാതിരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കാർട്ടൂൺ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ശങ്കർ എന്തെല്ലാം ചെയ്തു? പറഞ്ഞോ? അറിയുന്നവര് പറ. എന്താ എഡ്വിൻ? എഡ്വിൻ പറയാൻ കഴിക്കുന്നുണ്ട്. പറഞ്ഞോ. പറഞ്ഞോ മുഹമ്മദ്. പറഞ്ഞോ മുഹമ്മദേ. കാർട്ടൂൺ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ശങ്കരൻ അതല്ലേ? ഏതാണ് അത് സംഭവം? മനസ്സിലായോ ആർക്കെങ്കിലും? എന്താണ്? 1948 അദ്ദേഹം കാർട്ടൂണുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വാരിക ആരംഭിച്ചു.
ശങ്കർ സ്വീകരി എന്നായിരുന്നു അതിന്റെ പേര്. 1940 ശങ്കർ കുട്ടികൾക്കായി ഒരു അന്താരാഷ്ട്ര ചിത്രരചനാ മത്സരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അല്ലേ? ഇതൊക്കെയല്ലേ ചെയ്തത്? കുട്ടികൾക്ക് വേണ്ടി ശങ്കർ ചെയ്ത സേവനങ്ങള്, അല്ല, കാർട്ടൂൺ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ശങ്കർ ചെയ്തത് ഇതാണ്. നെക്സ്റ്റ് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? കുട്ടികൾക്ക് വേണ്ടി ശങ്കർ ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്ക് വേണ്ടി ശങ്കർ ചെയ്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 1949 ശങ്കർ കുട്ടികൾക്കായി ഒരു അന്താരാഷ്ട്ര കുട്ടികൾക്കായി, എന്താണ് അതിന്റെ ആൻസർ? കുട്ടികൾക്കായി ശങ്കർ അതിമനോഹരങ്ങളായ നിരവധി ബാലസാഹിത്യ കൃതികള്, മനസ്സിലായോ? അതാണ് അതിന്റെ ആൻസർ. 1957 അദ്ദേഹം ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. കുട്ടികൾക്കായി അതല്ല, ഇതാണ് കേട്ടോ. ഏത്? കുട്ടികൾക്കായി ശങ്കർ അതിമനോഹരങ്ങളായ നിരവധി ബാലസാഹിത്യ കൃതികൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ചിൽഡ്രൻസ് വേൾഡ് എന്നൊരു ബാലമാസികയും അദ്ദേഹം നടത്തി വന്നിരുന്നു. അല്ലെ? കുട്ടികൾക്ക് വേണ്ടി ചെയ്ത ഇതല്ലേ? ഓക്കെ. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ശരിക്ക് ടെക്സ്റ്റ് വായിക്കണേ, അപ്പൊ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ശങ്കർ സ്ഥാപിച്ച പാവ മ്യൂസിയത്തിന്റെ പ്രാധാന്യം എന്താണ്? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പാവങ്ങൾ ഈ അത്ഭുത ശേഖരത്തിലുണ്ട്. 1965 അദ്ദേഹം ഡൽഹിയിൽ പാവ മ്യൂസിയം തുടങ്ങി. അല്ലെ? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പാവകൾ ഈ അത്ഭുത ശേഖരത്തിലുണ്ട്. തന്റെ കാർട്ടൂണുകളിലൂടെ ശങ്കർ അന്നത്തെ ഭരണാധികാരികളെ നിശിതമായി വിമർശിച്ചിരുന്നു. അല്ലെ? ജവഹർലാൽ നെഹ്റുവിനെ പോലും അദ്ദേഹം വിമർശിക്കാതെ വെറുതെ. ഓക്കെ, അതാണ് 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ശങ്കറും നെഹ്റുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതായിരുന്നു? തന്റെ കാർട്ടൂണുകളിലൂടെ ശങ്കർ അന്നത്തെ ഭരണാധികാരികളെ നിശിതമായി വിമർശിച്ചിരുന്നു. ഉറ്റമിത്രമായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെയും അദ്ദേഹം വെറുതെ വിട്ടിരുന്നില്ല. എങ്കിലും നെഹ്റുവിന് ശങ്കറോട് വലിയ ബഹുമാനമായിരുന്നു. നെഹ്റുവും തമ്മിലുള്ള ആത്മബന്ധം ഇതായിരുന്നു. അല്ലെ? അല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു അവർ തമ്മിൽ. ഇത്രയാണ് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ അത് മിസ് സെൻഡ് ചെയ്ത് തരാം. അപ്പൊ പാഠഭാഗം നല്ലപോലെ വായിക്കണം, എന്നാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുന്ന പോലെ ആൻസർ ചെയ്യുന്നില്ല ഇപ്പം കുട്ടികള്. ഇത് ഞാൻ ഈ ക്ലാസ്സിൽ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നുണ്ട്, പാഠം എന്താ റുവൈസാണോ അതാ പറഞ്ഞത്? ആരാ ഇപ്പൊ എന്നെ മിസ്സേ വിളിച്ചേ? എന്താ റുവൈസേ പറഞ്ഞോ? എന്തേ റുവൈസേ? റുവൈസിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ. അപ്പൊ ഇത് പാഠം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? പാഠം ക്ലിയർ ആവാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? ഓക്കെയാണ്. റുവൈസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. റിഹാൻ, റുവൈസ് ഇവരൊന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. റുവൈസ് ഉണ്ടായിരുന്നോ എന്റെ ക്ലാസ്സില്? ഞാൻ മെസ്സേജ് എന്റെ ഓർമ്മ ഈ പാഠം എടുക്കുമ്പം റുവൈസ് ഇല്ല എന്നാണ്. ഉണ്ടായിരുന്നോ? ഓക്കെ, ഉണ്ടായാ മതി. മനസ്സിലായില്ലേ പാഠം? അപ്പൊ ഇനി പാഠം 16 എന്താണ്? 16ാമത്തെ ലെസൺ കാവ്യ കൈരളി. അല്ലേ? എന്താണ് 16ാമത്തെ ലെസന്റെ പേര്? കാവ്യ കൈരളി. ഓക്കെ. ഇപ്പോ കവിതാമാധുരി ശ്രദ്ധിക്കൂ കേട്ടോ. കവിതാമാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. തുഞ്ചൻ പോറ്റിയ ശാരിക ഇന്നും കൊഞ്ചിക്കുഴയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ശിഞ്ചിതമുണരും മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം.
പൂന്താനത്തിൻ പാനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. വഞ്ചിപ്പാട്ടിനെ മഞ്ചലിലേറ്റിയ രാമപുരത്തിൻ മലയാളം. ആശാനാശയ ഗാംഭീര്യത്തിൻ തിരികൾ കൊളുത്തിയ മലയാളം. ശബ്ദമനോഹര ഗീതികൾ പാടിയ വള്ളത്തോളിൻ മലയാളം. ഉല്ലേഖങ്ങൾ പാടിയ സാക്ഷാൽ ഉള്ളൂർ കവിയുടെ മലയാളം. ഇന്നും ചങ്ങമ്പുഴയുടെ രമണൻ മുരളികയൂതും മലയാളം. പൊന്നോടക്കുഴൽ നമ്മൾ കേകിയ ജിയുടെ നാടാം മലയാളം. കവിതാമാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. അല്ലേ? കാവ്യ കൈരളി ആരുടേതാണ്? CP പള്ളിപ്പുറത്തിന്റെ ഇതാണ് അല്ലേ? എന്താണ് അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് വായിക്കാം. മലയാള ബാലസാഹിത്യത്തിന് മികച്ച സംഭാവനകൾ നൽകിയ കവി. 1943 എറണാകുളം ജില്ലയിലെ വൈപ്പിൻ പള്ളിപ്പുറത്ത് ജനിച്ചു. ചെണ്ട, പൂരം, അപ്പൂപ്പൻ താടിയുടെ സർഗയാത്ര, തത്തകളുടെ ഗ്രാമം, പപ്പടം, പഴം, പായസം എന്നിവയാണ് പ്രധാന കൃതികൾ. ചെണ്ടയ്ക്കും പൂരത്തിനും NCERT-യുടെ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എന്താ റുവൈസിന് എന്താണ് ഡൗട്ട് തന്നെയോ എഴുതിയത്? അല്ല തോട്ടുന്നോ? എന്താ റുവൈസേ? പോയോ റുവൈസേ അൺമ്യൂട്ട് ചെയ്ത് പറ റുവൈസേ. ഇല്ലേ? ഓക്കെ, അപ്പോ CP പള്ളിപ്പുറത്തിന്റെ പൂരം എന്നതിനെടുത്ത കാവ്യ കൈരളി എന്ന പാഠത്തിലെ വരികളാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് അല്ലേ? എന്താ പറഞ്ഞത്? എന്താണ് ആർക്കാ പറയാനുള്ളത്? എന്നാ മുഹമ്മദിന് പറയാനുള്ളത്? മുഹമ്മദ് എന്താ? ഏഞ്ചല് എന്തല്ലോ എല്ലാവരും കൈവക്കുന്നു. പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ഇയാളിപ്പോ മരിച്ചിട്ടുണ്ടാവോ? CP പള്ളിപ്പുറം മരിച്ചിട്ടില്ല. ഇതിനിടക്ക് അനിൽ പനച്ചൂരാൻ മരിച്ചിട്ടുണ്ടായിരുന്നു, അറിഞ്ഞോ? അനിൽ പനച്ചൂരാന്റെ കവിതകൾ അറിയോ? ഒരുപാട് നല്ല വരികളുണ്ട്. കുറെ ആള് ശാരസലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ ഹൃദയമാണ്. അതൊന്നും കേട്ടിട്ടില്ല നിങ്ങള്? വള്ളത്തിലോട്ട് വീണിട്ടല്ലേ? അന്ന് പറഞ്ഞു കൊറോണ അന്ന് ഇതിന്റെ ഇടയ്ക്ക് ഒരു വാർത്ത ഞാൻ കേട്ടു, അറിയില്ല. ഓക്കെ, കാവ്യ കൈരളി എന്ന വരികൾ എന്താ പറഞ്ഞത്? കവിതാ മാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. എന്താണ് മലയാളം എന്നാ പറഞ്ഞത്? കവിതാ മാധുരി തിങ്ങി നിറഞ്ഞ തറവാടാണ് മലയാളം എന്നാണ് പറഞ്ഞത്. എന്തിനാണ് ആവോ ഏഞ്ചല് കൈവക്കുന്ന? ഏഞ്ചലെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ കുറെ സമയം ഓപ്ഷൻ തന്നു. അപ്പൊ കവിതാ മാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണ് ഈ മലയാളം. തറവാട് പറഞ്ഞ എന്താണ്? നിങ്ങൾക്കെല്ലാം തറവാടുണ്ടോ? അച്ഛനും അമ്മമ്മേലും താമസിക്കുന്ന സ്ഥലം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ കവിതാ മാധുരി, മാധുരി പറഞ്ഞ മധുരം അല്ലെ? മാധുര്യം നിറഞ്ഞത്. ഓക്കെ, അപ്പൊ കവിതാ മാധുരി തിങ്ങി നിറഞ്ഞ പറഞ്ഞാല് നല്ല പോലെ നിറഞ്ഞത് അല്ലേ? എന്റെ ഒരു നിറഞ്ഞ പറഞ്ഞ എന്താ പറയാ? നല്ല പോലെ ഉള്ളത് അല്ലേ? തറവാടാണ് ഏത്? മലയാളം അല്ലെ? കവിതാ മാധുരി ഒരുപാടുള്ള കവിതകള്, ഒരുപാട് മധുരമുള്ള കവിതകൾ ഒരുപാടുള്ള തറവാടാണ് ഏത്? മലയാളം അല്ലെ? ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? തുഞ്ചൻ പോറ്റിയ ശാരിക ഇന്നും കൊഞ്ചിക്കുഴയും മലയാളം. മലയാള ഭാഷയുടെ മഹത്വത്തിനെ പറ്റിയാണ് ഇവിടെ ഒരുപാട് പറയുന്നത്. അപ്പൊ തുഞ്ചൻ പോറ്റിയ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? എഴുത്തച്ഛനെ പറ്റി കേട്ടിട്ടില്ലേ മക്കളെ നിങ്ങള്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പറ്റി. അപ്പൊ ആരാണ് അദ്ദേഹം? ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയ കൃതികളൊക്കെ എഴുതിയ മഹാകവിയാണല്ലേ? അല്ലേ? മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ.
ഇതൊന്നും അറിയില്ലേ? അറിയാം മിസ്സേ. ആ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പറ്റിയാണ് പറഞ്ഞത്. എന്ത്? തുഞ്ചൻ പോറ്റിയ ശാരിക ഇന്നും കൊഞ്ചിക്കുഴയും മലയാളം. ശാരിക, ശാരിക പറഞ്ഞ ആരാ? തത്ത. ശാരിക തത്തയാണ് അർത്ഥം അല്ലെ? അപ്പോ തുഞ്ചൻ പോറ്റിയ ശാരിക, കൊഞ്ചിക്കുഴയുന്ന നാടാണ് ഏത്? മലയാളം അല്ലെ? പിന്നെന്താ പറഞ്ഞത് അടുത്തത്? എഴുത്തച്ഛന്റെ പ്രിയപ്പെട്ട തത്തയെ കുറിച്ചാണ് അതിൽ പറഞ്ഞത്. ആധ്യാത്മ രാമായണത്തിലെ ഓരോ അധ്യായവും അഥവാ കാണ്ഡം തുടങ്ങുമ്പോഴും ശാരികയെ വിളിച്ച് കഥ പറയാനാണ് കവി അഭ്യർത്ഥിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പോ തത്തേ തത്തേ തുഞ്ചത്ത് രാമാനുജൻ പറഞ്ഞോ. രാമാനുജൻ എഴുത്തച്ഛനെ പറ്റിയാണ് തുഞ്ചൻ പോറ്റിയ ശാരിക ഇന്നും കൊഞ്ചിക്കുഴയും മലയാളം എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ വരി എന്താ പറഞ്ഞേ? കവിതാ മാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണ് മലയാളം അല്ലെ? മാധുരി അതന്നെ, അത് പറഞ്ഞില്ല, പറയുന്നത്രേ. കവിതാ മാധുരി, കവിതയുടെ മാധുര്യം നിറഞ്ഞ അല്ലെ? മാധുര്യം നിറഞ്ഞ കവിതകളുള്ള തിങ്ങി നിറഞ്ഞ നാടാണ് ഏത്? മലയാളം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതായത് കേരളം. മലയാള നാട് ഏതാണ്? കേരളം. ഓക്കെ, അപ്പൊ കവിതാ മാധുരി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കവിതയുടെ മാധുര്യം നിറഞ്ഞ കവിതകള് അല്ലെ? നല്ല നല്ല ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള ഒരുപാട് മഹത് കവിതകൾ നമുക്കുണ്ട് അല്ലെ? അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരുപാട് കവിതകളുണ്ട്, കൃതികളും ഉണ്ട് ഒരുപാട്. അപ്പൊ അതാണ് ആദ്യത്തെ ലൈനിൽ പറഞ്ഞത്. കവിതാ മാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണ് മലയാളം. പിന്നെ എന്താ പറഞ്ഞേ? തുഞ്ചൻ പോറ്റിയ ശാരിക ഇന്നും കൊഞ്ചിക്കുഴയും മലയാളം അല്ലെ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഒരുപാട് കൃതികൾ സംഭാവന ചെയ്തിട്ടുണ്ടല്ലേ? അതൊക്കെയുള്ള നാടാണ് ഏത്? മലയാളം, മലയാള ഭാഷ ആണ് പറഞ്ഞത്. അപ്പൊ തുഞ്ചൻ പോറ്റിയ ശാരിക എന്ന് പറഞ്ഞ സമയത്താണ് മിസ് എന്ത് പറഞ്ഞത്? എഴുത്തച്ഛന്റെ പ്രിയപ്പെട്ട തത്തയെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ആധ്യാത്മ രാമായണത്തില് ഒരു അധ്യായം ഏത്? ഓരോ അധ്യായം തുടങ്ങുമ്പോഴും എന്താ പറയുന്നത് അറിയോ? ശാരിക, അതായത് തത്തയെ വിളിച്ച് കഥ പറയുന്ന രീതിയിലാണ് പറയുന്നത്. ഇതാണ് പറഞ്ഞത്. ശാരിക പൈതലേ ചാരുശീലേ വരിക ആരോമലേ കഥാശേഷവും ചൊല്ലൂ നീ. രാമാനുജൻ എഴുത്തച്ഛന്റെ കവിതകൾ വായിച്ചിട്ടുണ്ടോ? മലയാള ഭാഷ പഠിക്കുമ്പോൾ കുറച്ച് നല്ലോണം അതൊക്കെ വായിക്കണം കേട്ടോ. അപ്പൊ എഴുത്തച്ഛൻ്റെയാണ് ഇത്. എന്ത്? ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീന്ന് എഴുത്തച്ഛന്റെ വരികള്. ഇപ്പൊ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ കുറെ കൃതികളുള്ള നാടാണ് ഇത്? മലയാളം. പിന്നെന്താ പറഞ്ഞത്? കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ശിഞ്ചിതമുണരും മലയാളം. അരി കുഞ്ചൻ. കുഞ്ചൻ നമ്പ്യാരെ അറിയോ? കുഞ്ചൻ നമ്പ്യാരെ കേട്ടിട്ടില്ലേ? കുഞ്ചൻ നമ്പ്യാറ് ആരാണ്? കുഞ്ചൻ നമ്പ്യാറ് നിങ്ങൾ ഇത് ആദ്യം മുതലേ മിസ് എഴുത്തച്ഛനെ പറ്റിയും നമ്മുടെ എന്താണ് പ്രധാന കവിത്രയങ്ങളെ കുറിച്ച്, പ്രാചീന കവിത്രയങ്ങളെ കുറിച്ച്, ആധുനിക കവിത്രയങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞ കാര്യങ്ങള്? ഓരോ കവിത പഠിക്കുന്ന സമയത്ത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടോ ആരെങ്കിലും? ആശാൻ ഉള്ളൂർ വള്ളത്തോളും എഴുതിയിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടുണ്ടോ? ആധുനിക കവിത്രയങ്ങള് ആരും എഴുതി വെച്ചിട്ടില്ല ഒന്നും. അപ്പൊ ഇതൊക്കെയാണ് ഈ കവിതാ മാധുരി തിങ്ങി നിറഞ്ഞ തറവാടാണ് മലയാളം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ കുഞ്ചൻ നമ്പ്യാർ ആരാണെന്നാ പറഞ്ഞത്? തുള്ളൽ പ്രസ്ഥാനം തുടങ്ങിയ മഹാകവിയാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. തുള്ളപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ അല്ലെ? ഫലിത പരിഹാസങ്ങളിലൂടെ സാമൂഹ്യ വിമർശനം നടത്തി അല്ലെ അദ്ദേഹം. കുഞ്ചൻ നമ്പ്യാർ തുള്ളപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, ശ്രീകൃഷ്ണയജ്ഞം മുതലായ 60ലധികം കൃതികള് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആര്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഓർമ്മിച്ചു വെക്കണേ, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ഒരു കുഞ്ചൻ നമ്പ്യാർ. മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനെയാണ് ഇതിൽ പറഞ്ഞത്. കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ശിഞ്ചിതമുണരും മലയാളം. ശിഞ്ചിതം അർത്ഥം എന്താണ്? കിലുക്കം.
അല്ലെ? ശിഞ്ചിതം, കിലുക്കം. അപ്പോ തുള്ളൽപ്പാട്ടിന്റെ ശിഞ്ചിതം, കിലുക്കം ഉള്ള നാട് മലയാളം. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. മഞ്ചരി, മഞ്ചരി എന്താ അർത്ഥം? പൂങ്കുല അല്ലെ? ഒരു കാവ്യാരീതി മഞ്ചരി. മഞ്ജുളം എന്താണ് അർത്ഥം അറിയോ? മഞ്ജുളം മനോഹരം അല്ലെ? മഞ്ജുള മനോഹരിയായവൾ, മഞ്ജുളം മനോഹരം. ഓക്കെ. അപ്പൊ മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ, കൃഷ്ണപ്പാട്ട്, കൃഷ്ണപ്പാട്ട് അറിയില്ലേ? കൃഷ്ണഗാഥ നമ്മൾ പഠിച്ചല്ലേ കഴിഞ്ഞ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. ഓക്കെ. അപ്പൊ കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം ചെറുശ്ശേരി നമ്പൂതിരിയാണ് ഇത് എഴുതിയത് അല്ലെ? കൃഷ്ണഗാഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീകൃഷ്ണന്റെ കണ്ണന്റെ ഒരു ഇത് പഠിച്ചില്ലേ നമ്മൾ? പോയം എന്താണ് അതിന്റെ പേര്? കണ്ണന്റെ, മറന്നുപോയ പേരില്ല, ലീലകൾ. എല്ലാവർക്കും ഓർമ്മയുണ്ട് കണ്ണന്റെ ലീലകൾ. അപ്പൊ അത് പറയുന്ന സമയത്ത് ഓർമ്മയുണ്ട്, ഓ ചെറുശ്ശേരിനെ പറ്റി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ? കൃഷ്ണഗാഥേനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അതാണ് കൃഷ്ണപ്പാട്ട് എന്ന് പറഞ്ഞത്. കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം ചെറുശ്ശേരി നമ്പൂതിരിയാണ് ഇത് എഴുതിയത് അല്ലേ? ഏത്? കൃഷ്ണഗാഥ. അപ്പൊ ആ കൃഷ്ണപ്പാട്ടിനെയാണ് പറഞ്ഞത്. എന്താണ് കൃഷ്ണഗാഥയിൽ മുഴുവൻ വിവരിക്കുന്നത്? ആരുടെ കാര്യങ്ങളാണ് കൃഷ്ണഗാഥയിൽ പറയുന്നത്? ഓക്കെ, ഹന്ന, കൃഷ്ണന്റെ അല്ലേ? ഓക്കെ. കൃഷ്ണന്റെ ജീവിത കഥയാണ്, ശ്രീകൃഷ്ണന്റെ ജീവിത കഥയാണ് കൃഷ്ണപ്പാട്ടിൽ വിവരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ജീവിതകഥ, ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണം മുതൽ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് ഇതില് കൃഷ്ണഗാഥയിൽ വിവരിക്കുന്നത് അല്ലെ? അതിൽ നമ്മൾ ഒരു ഭാഗമാണ് കണ്ണന്റെ ലീലകൾ എന്ന പദ്യത്തിൽ പോയത്തിൽ പഠിച്ചത് അല്ലെ? കണ്ണന്റെ ലീലകൾ എന്ന പോയത്തിൽ നമ്മൾ പഠിച്ചത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലത്തെ വരികൾ. ഓക്കെ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? മഞ്ജുളമാകും മനോഹരമാകുന്ന കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം അല്ലേ? അപ്പൊ കൃഷ്ണപ്പാട്ടും എന്തൊക്കെയാ പറഞ്ഞത്? തുഞ്ചൻ പൊറ്റിയ ശാരിക, എഴുത്തച്ഛന്റെ കൃതികള്, പിന്നെന്താ പറഞ്ഞേ? കുഞ്ചൻ നമ്പ്യാരുടെ കൃതികള് അല്ലേ? പിന്നെന്താ പറഞ്ഞേ? കൃഷ്ണപ്പാട്ട്, കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടേത്. അപ്പൊ എഴുത്തച്ഛന്റെ, കുഞ്ചൻ നമ്പ്യാരുടേത്, ചെറുശ്ശേരിയുടെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അടുത്ത എന്താ പറയുന്നത്? പൂന്താനത്തിൻ പാനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. പാന കവിതാരീതി, ജ്ഞാനപ്പാന അല്ലെ? പൂന്താനം, പൂന്താനാരാ? പൂന്താനം നമ്പൂരിയുടെ ഗാനകൃതിയാണ് ഏത്? ജ്ഞാനപ്പാന. കേട്ടിട്ടുണ്ടോ ജ്ഞാനപ്പാന? പൂന്താനത്തിന്റെ ആണ്, പൂന്താനം നമ്പൂതിരിയുടേത്. അതാണ് പാന എന്ന് ഇപ്പൊ ഇതിൽ പറഞ്ഞു. ഓക്കെ, ശ്രീ സായി കൃഷ്ണ കേട്ടിട്ടുണ്ട് ജ്ഞാനപ്പാന. അപ്പോ കുമാരഹരണം പാനയും പൂന്താനത്തിന്റെ കൃതിയാണ്. ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തനായിരുന്നു ആര്? പൂന്താനം. ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തനായിരുന്നു ആര്? പൂന്താനം അല്ലെ? പൂന്താനം നമ്പൂതിരിതാണ് ജ്ഞാനപ്പാന. അതാണ് പാന എന്ന് ഇതിൽ ഉദ്ദേശിച്ചത്. അപ്പൊ പൂന്താനത്തിൻ പാനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. പിന്നെന്താ പറഞ്ഞത്? വഞ്ചിപ്പാട്ടിനെ മഞ്ചലിലേറ്റിയ രാമപുരത്തിൻ മലയാളം. വഞ്ചിപ്പാട്ടിനെ, വഞ്ചിപ്പാട്ട് ഏതാ അറിയാ? രാമപുരത്ത് വാര്യരെ അറിയോ നിങ്ങൾക്ക്? രാമപുരത്ത് വാര്യർ എന്നാണ് മുഴുവൻ വര അല്ലെ? രാമപുരം എന്ന് ഇതിൽ പറഞ്ഞില്ലേ? അദ്ദേഹം രാമപുരത്ത് വാര്യർ. ഓക്കെ, ഹന്ന കേട്ടിട്ടുണ്ട്. രാമപുരത്ത് വാര്യർ എന്നാണ് മുഴുവൻ പേര് അല്ലെ? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന സുപ്രസിദ്ധ കൃതിയുടെ കർത്താവാണ് ആര്? രാമപുരത്ത് വാര്യർ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന പ്രസിദ്ധ കൃതിയുടെ കർത്താവാണ് ആര്? രാമപുരത്ത് വാര്യർ. അതാണ് അതില് സൂചിപ്പിച്ചത്. ഏത്? വഞ്ചിപ്പാട്ടിനെ മഞ്ചലിലേറ്റിയ രാമപുരത്തിൻ മലയാളം. എങ്ങനെയൊക്കെയാണ് മലയാള നാടെന്നാ പറഞ്ഞത്? കവിതാമാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. തുഞ്ചൻ പോറ്റിയ ശാരികയിന്നും കൊഞ്ചിക്കുഴയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ശിഞ്ചിതമുണരും മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. പൂന്താനത്തിൻ പാനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. വഞ്ചിപ്പാട്ടിനെ മഞ്ചലിലേറ്റിയ രാമപുരത്തിൻ മലയാളം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നാടാണ് ഇത് മലയാള നാട് അല്ലെ? ഒരുപാട് കവികളും അദ്ദേഹത്തിന്റെ കൃതികളും പ്രധാനപ്പെട്ട ഉണ്ടത് അല്ലെ? ഒരുപാടുണ്ട്. അപ്പോ
അവരുടെയൊക്കെ നല്ല നല്ല കൃതികൾ വായിച്ചനുഭവിക്കാൻ കഴിഞ്ഞവരാണ് ആര്? മലയാളികൾ അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അത്ര പേരെ നമുക്കിന്ന് മതി. അതില് ഒന്നുകൂടി അത് വായിക്കാം. കാവ്യ കൈരളി. കവിതാമാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. തുഞ്ചൻ പോറ്റിയ ശാരികയിന്നും കുഞ്ചിക്കുഴയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ശിഞ്ചിതമുണരും മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. പൂന്താനത്തിൻ പാനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. വഞ്ചിപ്പാട്ടിനെ മഞ്ചലിലേറ്റിയ രാമപുരത്തിൻ മലയാളം. അപ്പൊ ആദ്യത്തെ സ്റ്റാൻസയില് എത്രയാണ് പറഞ്ഞത്? എന്ത്? കവിതാമാധുരി തിങ്ങി നിറഞ്ഞ നാടാണേത്? മലയാള നാട്. അപ്പോ കുറെ കവികളുടെ പേര് പറഞ്ഞു, അവരുടെ കൃതികളും പറഞ്ഞു അല്ലെ? തുഞ്ചന്റെ കാര്യം, രാമാനുജൻ എഴുത്തച്ഛന്റെ കാര്യം, കുഞ്ചൻ നമ്പ്യാരുടെ കാര്യം, പിന്നെന്താ പറഞ്ഞേ? കൃഷ്ണപ്പാട്ട്, കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരിയുടെ കാര്യം പറഞ്ഞു. പിന്നെ നാനപ്പാനയിലെ പൂന്താനം നമ്പൂരിയുടെ കാര്യം, പിന്നെന്താ വഞ്ചിപ്പാട്ടിനെ മഞ്ചലിലേറ്റിയ രാമപുരത്ത് വാര്യരുടെ കാര്യം. ഇത്രയാണ് ആ സ്റ്റാൻസയില് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് നല്ല പോലെ വായിക്കുക. ഇപ്പൊ ആരാ ഒന്ന് വായിക്കുന്നത്? ഹന്ന റോസ്. പാഠം 16 കാവ്യ കൈരളി. കവിതാമാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. തുഞ്ചൻ പോറ്റിയ ശാരികയിന്നും കൊഞ്ചിക്കുഴയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളപ്പാട്ടിൻ ശിഞ്ചിതമുണരും മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. പൂന്താനത്തിൽ പാനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. വഞ്ചിപ്പാട്ടിനെ നെഞ്ചിലേറ്റിയ രാമപുരത്തിൻ മലയാളം. ഓക്കെ, നെക്സ്റ്റ് മുഹമ്മദ്. പാഠം 16 കാവ്യ കൈരളി. കവിതാമാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണ് മലയാളം. തുഞ്ചൻ പോറ്റിയ ശാരികയിന്നും കൊഞ്ചിക്കുഴിയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ശിഞ്ചിതമൂണൊരു മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. പൂന്താനത്തിൻ പനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. വഞ്ചിപ്പാട്ടിന് മഞ്ചലിലേറ്റിയ രാമപുരത്തിൻ മലയാളം. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? സായി കൃഷ്ണ. പാഠം 16 കാവ്യ കൈരളി. കവിതാമാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. തുഞ്ചൻ പോറ്റിയ